സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് ഇന്ന് നമ്മൾ അനിഴ നക്ഷത്രക്കാർ അറിയാൻ വേണ്ടിയിട്ട് ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വിശദമായ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. വില്ല് പോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങൾ ചേർന്നതാണ് അനിഴം. മിത്രൻ ദേവത, ഇതിന്റെ ചിഹ്നം അലങ്കൃത കവാടം. ചെറുപ്പകാലത്തു നിയന്ത്രിതവും സന്തുഷ്ടവുമായ ചുറ്റുപാടിൽ വളരാൻ ഈ നക്ഷത്രക്കാരിൽ മിക്കവർക്കും കഴിഞ്ഞെന്നു വരില്ല. ദൈവഭക്തരും കലാപ്രണയിനികളുമായ ഇവർ സാധാരണയായി സ്വന്തം വീട് വിട്ട് താമസിക്കുന്നതായി കാണുന്നു. സ്ത്രീകൾ പൊതുവെ വൃദ്ധരിലും ഭർത്താവിലും ഭക്തിയുള്ളവരായിരിക്കും. ഈ നക്ഷത്രക്കാരികള് വൈകാരിക കാര്യങ്ങളിൽ അല്പം തണുപ്പ് കാണിക്കുന്നുവെങ്കിലും പാചകവൃത്തിയിൽ ചാതുര്യമുള്ളവരാണ്. 2024 പുതുവർഷം ഗുണം കുറവാണ് എങ്കിലും അത്ര അധികം ദോഷഫലങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാര്യതടസ്സം, ജോലിയിലെ പ്രയാസം, ശത്രുതടസ്സം എന്നിവ വരാനിടയുണ്ട്. സ്ത്രീകൾക്ക് മനശല്യവും ആരോഗ്യഹാനിയൊക്കെ സംഭവിക്കാം. വിഷ്ണുവിന് പാൽപായസവും നെയ്വിളക്കും അതുപോലെ തന്നെ സഹസ്രനാമ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുകയും ദേവിയെങ്കില് ശത്രുമുട്ട്, കർമ്മമുട്ട്, രക്തപുഷ്പാഞ്ജലി, കഠിന പായസം ഇവ നടത്തുകയും വേണം. ഇനി നമുക്ക് ജനുവരി മാസത്തെ ഫലം നമുക്ക് നോക്കാം. പൊതുവെ പല കാര്യങ്ങളിലും ആത്മവിശ്വാസം കുറഞ്ഞതുപോലെ തോന്നും. അവനവനോ ഭാര്യയ്ക്കോ ചില്ലറ അസുഖങ്ങളൊക്കെ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും. ഫാക്ടറികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ജോലിയിലൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. പൂർവിക സ്വത്തൊക്കെ അനുഭവയോഗ്യമാകും. സന്താനങ്ങളുടെ ജോലി, വിവാഹം എന്നീ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസുഖമൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. വീട്ടിലെ പൂജാതി മംഗളകാര്യങ്ങളൊക്കെ നടത്തും. പുതിയ വാഹനം, വീട് എന്നിവയൊക്കെ കൈവശം വന്നു ചേരും. നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. വ്യാപാര രംഗത്തിൽ മാറ്റം വരുത്തും. സാമ്പത്തിക നില മോശമാകും. അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമാറാകും. ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടും. അവകാശപ്പെട്ട സ്വത്ത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വത്തുതർക്കങ്ങളൊക്കെ കോടതി വരെ എത്തും. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരും. നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. ഏപ്രിൽ മാസത്തിൽ സാമൂഹ്യ രംഗത്ത് നന്നായി ശോഭിക്കും. കുറെ കാലമായി വെച്ചു പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ദൂരയാത്രകളൊക്കെ സുഖകരമായിരിക്കും. പട്ടാളം, പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ഇനി നമുക്ക് മെയ് മാസത്തെ ഫലം നോക്കാം. പ്രവർത്തന രംഗത്ത് തടസ്സങ്ങളൊക്കെ വന്നു ചേരും. പൊതുവെ എല്ലാ കാര്യത്തിലും അലസത കാണിക്കും. ഗ്രന്ഥകാരന്മാർക്ക് പ്രശംസ ലഭിക്കാനിടയുണ്ട്. ജോലിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്തു നിന്നുള്ള വരുമാനം നിലയ്ക്കും. പകർച്ചവ്യാധികളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. വീട് വിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. വാഹനത്തിൽ നിന്ന് അപകടം വരാനിടയുണ്ട്. പ്രവൃത്തി രംഗത്ത് കാര്യശേഷി പൂർണ്ണമായും ഉപയോഗിക്കും. ജലസംബന്ധമായ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം നേടും. സമൂഹത്തിൽ ജനങ്ങളുടെ മുന്നിൽ അപമാനിതനാകാൻ ഇടയുണ്ട്. വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. പലതരം സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടയാകും. വിലപ്പെട്ട ഗ്രഹോപകരണങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരും. ബിസിനസ്സിൽ ശക്തമായ മത്സരം നേരിടേണ്ടി വരും. എഗ്രിമെന്റ് മുഖേന ഗുണങ്ങൾ ഉണ്ടാകും. ലോണുകൾക്ക് ജാമ്യം നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കൂടും. ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. ഭാര്യയുമായി പിണങ്ങി നിന്നവർ രമ്യതയിലാകും. കരാറുകൾ മുഖേന കിട്ടേണ്ട പണം കൈവശം വന്നു ചേരും. പല കാര്യങ്ങൾക്കും പാഴ്ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം കുറയും. ഇനി നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സുഖവും അതുപോലെ തന്നെ ഐശ്വര്യവും വർദ്ധിക്കും. മാസാവസാനം സാമ്പത്തികമൊക്കെ വർദ്ധിക്കും. ശരീരരോഗങ്ങളൊക്കെ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ചില ഇനങ്ങൾ വണ്ടെന്ന് വയ്ക്കും. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പല രീതിയിലും പരിഹാരം കാണും. പ്രായമായ ജനങ്ങളുടെ വിവാഹം ഒക്കെ തീരുമാനമാകും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. പുതിയ ചില എഗ്രിമെന്റുകളൊക്കെ ഒപ്പുവയ്ക്കാനിടയുണ്ട്. പരസ്യങ്ങളിൽ നിന്നും ഏജൻസികളിൽ നിന്നും നേട്ടമുണ്ടാകും. കുടുംബത്തിൽ മേധാവിത്വം പുലർത്തും. സാഹിത്യകാരന്മാർക്കും സംഗീതജ്ഞന്മാർക്കും നല്ല കാലമാണ്. വീടോ വാഹനങ്ങളോ റിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. ചില പുതിയ കരാറുകളൊക്കെ ഏറ്റെടുക്കും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. സർക്കാരിൽ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ മേഖല കണ്ടെത്തും. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം ഫാക്ടറികളിൽ തർക്കത്തിന് പരിഹാരം കണ്ടെത്തും. വിദ്യാഭ്യാസത്തിന് അലസത പ്രകടമായി കാണും. ഇനി നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. മത്സര പരീക്ഷകളിലും മറ്റും വിജയമുണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് പുതിയ ചില ഉത്തരവാദിത്തങ്ങളെ കൂടി ഏറ്റെടുക്കും. മേലധികാരികളുമായി കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ച കുറയാനിടയുണ്ട്. സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും. കുടുംബത്തിലെ
അകാല നിര്യാണം മനസ്സിനെ അസ്വസ്ഥമാക്കും. അപ്പോൾ അനിഴ നക്ഷത്രക്കാരുടെ 2024 പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.